എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ്. മിക്കവാറും കുറച്ച് ദിവസങ്ങളിൽ സിമ്പിൾ റെസിപ്പീസ് തന്നെയായിരിക്കും. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ റിക്വസ്റ്റ് വന്നിട്ടുള്ള തോരനുകളിൽ ഒന്നാണിത്, ബീൻസ് തോരൻ. അപ്പോൾ എല്ലാവർക്കും എന്താ അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബീൻസ് തോരന്റെ ആ ബീൻസിന്റെ കളർ ഗ്രീൻ തന്നെ ആയിട്ട് നിലനിർത്തിക്കൊണ്ട് എങ്ങനെയാണ് തോരൻ വെക്കാനായിരുന്നു ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ബീൻസ് തോരൻ ഇട്ടേക്കുന്നത്. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ബീൻസ് തോരൻ നിങ്ങൾ തയ്യാറാക്കി നോക്കുക. അതുപോലെ തന്നെ കുറേ പേര് ചുക്ക് കാപ്പിയുടെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത്. ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലം. അപ്പോൾ അത് നോക്കാൻ മറക്കരുത്. ഈ തണുപ്പ് കാലത്ത് ചുക്ക് കാപ്പിക്കെ കുറിച്ച് മിടുക്കുമാരും മിടുക്കികളൊക്കെ ആയിട്ട് ഇരിക്കുക. അപ്പോൾ ഒട്ടും വൈകാണ്ട് നമുക്ക് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ബീൻസ് തോരൻ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് ബീൻസ് പൊരിയല് അല്ലെങ്കിൽ ബീൻസ് തോരൻ തയ്യാറാക്കാൻ തുടങ്ങും. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 1/4 കിലോ ബീൻസ് ആണ് എടുത്തിരിക്കുന്നത്. ബീൻസ് വാങ്ങിക്കുമ്പോൾ എപ്പോഴും നല്ല ടെൻഡർ ആയിട്ടുള്ള ബീൻസ് വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. അതായത് ഇളയ ബീൻസ്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒടിച്ചു നോക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഒടിക്കാൻ പറ്റുന്നതാണ് ടെൻഡർ ബീൻസ് എന്ന് പറയുന്നത്. ഭയങ്കര ഇതുപോലത്തെ ബീൻസ് ഒക്കെ ആണെങ്കിൽ ഭയങ്കര ഉള്ളിൽ കണ്ടില്ല പോട് പോലെ ഉണ്ടാവും, ഉള്ളിൽ നല്ല ഹോൾസ് ഉണ്ടാവും. അത് വെച്ചാൽ നല്ലോണം മൂത്തിട്ടുള്ള ബീൻസ് എന്നാണ് അതിന്റെ മീനിങ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ചൂസ് ചെയ്ത് ആണ് ബീൻസ് വാങ്ങിക്കുക. സൂപ്പർ മാർക്കറ്റിലൊക്കെ പോവുകയാണെങ്കിൽ ഇളയ ബീൻസ് നോക്കിയെടുക്കുക. അപ്പൊ നല്ല കറിക്ക് കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതുപോലത്തെ ബീൻസ് എടുത്തതിന് ശേഷം തലയും വാലെന്ന് പറയും, അതായത് ഈ ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും ഇതങ്ങ് മുറിച്ച് കളയാം. ഒരുപാട് അങ്ങ് മൂത്തിട്ടുള്ള ബീൻസ് ആണെന്നുണ്ടെങ്കിൽ ഇത് ഞാരുണ്ടാവും. പക്ഷെ ഇതൊന്ന് ഇളയ ടെൻഡർ ആയിട്ടുള്ള ബീൻസ് ആയതുകൊണ്ട് ഇതുപോലെ ഞാരൊന്നും ഇല്ല. അതുപോലെ ഞാരുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പോരും. ഇതേപോലെ ഇതിൽ ഈ സൈഡിൽ 2 സൈഡിൽ ഞാരുണ്ടാവും. ഞാരെടുത്ത് കളയാം. അപ്പൊ ഇതിലൊന്നും ഇല്ലാത്ത കാരണം ഇതുപോലെ മൊത്തത്തിൽ ബീൻസ് തലയും വാലും കളഞ്ഞതിന് ശേഷം നമുക്ക് കഴുകിയെടുക്കാം. ഓക്കെ, അപ്പൊ ഞാനിത് മൊത്തത്തിൽ കഴുകിയതിന് ശേഷം എങ്ങനെ അരിയുന്നതെന്ന് കാണിച്ചു തരാം. എന്താ, ഞാനിപ്പോ ബീൻസ് നന്നായി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി ചെറുതാക്കി അങ്ങ് കട്ട് ചെയ്യണം. അപ്പോൾ ഇത് ചോപ്പിംഗ് ബോർഡിൽ വെച്ചിട്ട് കട്ട് ചെയ്താലും മതി, അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്താലും മതി. അപ്പോൾ ഞാനിതിന്റെ സൈസ് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം എത്രയാണെന്ന്. അതായത് ഒരുപാട് അങ്ങ് നൈസ് ആവാൻ പാടില്ല, ഒരുപാട് അങ്ങ് വലുതാവാനും പാടില്ല. ഇത്രയൊക്കെ അളവിൽ കേട്ടോ, മനസ്സിലായല്ലോ? ഇത്ര ഒരു അളവിൽ എല്ലാ ബീൻസും ഇതുപോലെ അരിഞ്ഞു വെക്കും. ഭയങ്കര നൈസാക്കി അരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കിട്ടില്ല അതിൽ. അപ്പോൾ അതേപോലെ തന്നെ ഭയങ്കര വലുതാക്കി അരിഞ്ഞാലും ശരിയാവില്ല, ഒരുപാട് സമയം പിടിക്കും നമുക്ക് കുക്കായി കിട്ടാം. അപ്പോൾ ഇതുപോലത്തെ ഒരു സൈസിൽ നമുക്ക് കംപ്ലീറ്റ് ഈ 1/4 കിലോ ബീൻസും അരിഞ്ഞതിന് ശേഷം നമുക്ക് തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പൊ ഞാൻ ആ 1/4 കിലോ ബീൻസ് മുഴുവൻ ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബീൻ പൊരിയൽ പല രീതിയിൽ ചെയ്യാം അല്ലെ. ബീൻസിന്റെ കൂടെ ക്യാരറ്റ് ഇട്ട് ചെയ്യാം, അതുപോലെ തന്നെ ക്യാബേജ് ഇട്ട് ചെയ്യാം. പല സ്ഥലത്തും പല രീതിയിലാണ് ചെയ്യുന്നത്. എന്റെ വീട്ടിൽ സാധാരണ ഉള്ളിമുളകും കുത്തി കാച്ചിട്ട് കുറച്ച് നാളികേരിടുന്നതാണ്. പക്ഷെ എനിക്ക് ബീൻസിന്റെ കാര്യത്തിൽ അതുപോലെ തന്നെ ക്യാബേജിന്റെ കാര്യത്തിൽ അങ്ങനെ ചെയ്യുന്ന ഒട്ടും ഇഷ്ടമില്ല. ക്യാബേജും ബീൻസും ഒക്കെ ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാലാണ് അതിന്റെ റിയൽ ആയിട്ടുള്ള ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യുക. അപ്പോൾ ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒന്നില്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ ഒഴിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ തൽക്കാലം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട. അതൊന്ന് ചൂടാവട്ടെ. അതിലോട്ട് നമുക്ക് 2 വറ്റൽമുളക് മുറിച്ചിടാം. വറ്റൽമുളക് ഇടുന്ന നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നല്ല കാണാനൊരു ഭംഗിയല്ലേ വറ്റൽമുളക് കൂടെ കിടക്കുന്നതാണ്. പിന്നെ നമുക്ക് അതിലോട്ട് ഒരു 1/4 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കും. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ഉഴുന്നുപരിപ്പ് ഓപ്ഷനിലാണ് കേട്ടോ, നിർബന്ധമൊന്നുമില്ല. ഞാൻ തമിഴ്നാട് ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഉഴുന്നുപരിപ്പ് ഇട്ടേക്കുന്നതാണ്. നല്ലൊരു ടേസ്റ്റ് ആണ് അത്. ഒരു ക്രഞ്ചി ഫീലിംഗ് ആണ് ഉഴുന്നുപരിപ്പ്. മൊത്തത്തേക്ക് ഒരു മണവും കിട്ടും നമ്മുടെ തോരന്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് കറിവേപ്പിലയാണ്. അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് 3 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ സവാള വളരെ നൈസാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാൻ പോവാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നന്നായി അങ്ങ് വഴറ്റി കൊടുക്കാം. അതായത് പച്ചമുളക് വേണം കേട്ടോ. പച്ചമുളകാണ് ഈ ബീൻസ് ഉപ്പേരിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 3 പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകിന്റെ എരിവാണ് ഇതിന്റെ എരിവ് ആകപ്പാടെ ഉള്ളത്. പിന്നെ സവാള വളരെ നൈസാക്കി അരിയാം. അതേസമയം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം, വിരോധമൊന്നുമില്ല. പക്ഷേ എനിക്ക് ഈ റെസിപ്പിയിൽ സവാളയാണ് കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടം. ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിടണം. ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ട്രാൻസ്ലൂസന്റ് ആയാൽ മാത്രം മതി. അതായത് സവാള ജസ്റ്റ് ഒന്ന് വാടിയാൽ മാത്രം മതി, ഒരുപാട് അങ്ങ് ഫ്രൈ ആവാൻ പാടില്ല. അതേപോലെ തന്നെ പച്ചമുളകിന്റെയും ആ പച്ചക്കുത്തൊന്ന് മാറുന്ന സമയം വരെ വഴറ്റിയാൽ മതി കേട്ടോ. ഈ റെസിപ്പി എന്ന് പറഞ്ഞാൽ എനിക്ക് സാധാരണ രീതിയിൽ ബീൻസ് പൊരിയൽ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ അങ്ങനെ ഡിൻഡിഗലിൽ പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു ലോക്കൽ കടയിലുണ്ടായിരുന്നു ഓമനാൻറ്റി ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി തരുമായിരുന്നു. അങ്ങനെ ഓമനാൻറ്റി കൊണ്ടു തന്നിട്ടാണ് എനിക്ക് ബീൻസ് പൊരിയലിനോട് ഇഷ്ടം തോന്നിയിട്ടുള്ളത്. അപ്പോൾ നല്ല ചൂട് കഞ്ഞിയും ഈ പപ്പടവും അതുപോലെ തന്നെ ഈ ബീൻസ് പൊരിയലും കൊണ്ട് പുള്ളിക്കാരി വരി അടക്കി ഞങ്ങൾക്ക്. അപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക്. എൻ്റെ വീട്ടിൽ ഉള്ളിമുളക് കുത്തി കാച്ചിട്ട് എനിക്ക് ഇഷ്ടമേ ഉണ്ടായിരുന്നില്ല ബീൻസിൻ്റെ അടുത്ത്. അപ്പോൾ അതിനുശേഷം ഞാൻ ഇങ്ങനെ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ ബീൻസ് പൊരിയൽ. അപ്പോൾ ആൻറ്റി ആണ് ഇതിൻ്റെ ഉള്ളിൽ ഉഴുന്ന് പൊട്ടിച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഉഴുന്ന് ഇതിങ്ങനെ ടേസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഉഴുന്ന് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഉഴുന്ന് ഒഴിവാക്കാം, കുഴപ്പമൊന്നുമില്ല. ഉഴുന്നുണ്ടെങ്കിൽ വേറൊരു ടേസ്റ്റ് കിട്ടും നമുക്ക്. ചലോണ ഭവനിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ ഈ ബീൻസ് പൊരിയലിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉഴുന്ന് കിടക്കുന്ന ഈ സംഭവമാണത്. അപ്പോൾ ഇത് മതി കേട്ടോ, നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ് ഇട്ട് കൊടുക്കാം.
ഇത് വളരെ എളുപ്പമാണ് ഈ സംഭവം ഉണ്ടാക്കിയെടുക്കാൻ. നമുക്ക് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ചെറിയ തോതിൽ വെള്ളം ഉണ്ട് ഇതിൽ, കാരണം കഴുകി വെച്ചിട്ട് ഉള്ള ബീൻസ് ആണിത്. നമ്മൾ എക്സ്ട്രാ വെള്ളം ഒന്നും ഇതിൽ തൽക്കാലം ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഇപ്പം നോൺ സ്റ്റിക്കിലായതുകൊണ്ട് ഒട്ടും അടി പിടിക്കില്ല. ഇത് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് വേവിക്കുക. അതിനുശേഷം തുറന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം തെളിച്ച് കൊടുത്താൽ മതി. അല്ലാണ്ട് വെള്ളം അങ്ങനെ ഒഴിക്കാൻ പാടില്ല. അതല്ലാന്നുണ്ടെങ്കിൽ ബീൻസ് ആകെ അങ്ങ് ഉടഞ്ഞു പോവും. മാത്രമല്ല ഈ ബീൻസിന്റെ നല്ല കളർ നഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ അങ്ങനെ വേണം ബീൻസ് എപ്പോഴും ഉണ്ടാക്കിയെടുക്കാൻ. ജസ്റ്റ് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കാം. നമുക്ക് ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പം ഇതിലിപ്പോൾ തൽക്കാലം വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ അത്യാവശ്യം വെള്ളം ഇതിലുണ്ട്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം തെളിച്ച് കൊടുത്താൽ മതി. ഓവർ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ആ ബീൻസ് ആകെ കുഴഞ്ഞു പോകും. ഈ ബീൻസ് 3/4 ഭാഗം വേവാൻ പാടുള്ളൂ, അപ്പോഴാണ് നല്ല ടേസ്റ്റ്. പിന്നെ പച്ചമുളക് ഞാൻ പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൽ പച്ചമുളക് കൂടുതൽ ഇടുന്നത്. അതേസമയം നിങ്ങൾക്ക് അത്ര പച്ചമുളക് വേണ്ട എന്നുണ്ടെങ്കിൽ 1 or 2 ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് 3 ഇട്ട് കൊടുത്തു എന്ന് മാത്രം. ഡയറ്റൊക്കെ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ 11 മണി സമയത്തൊക്കെ ഇതുപോലത്തെ പച്ചക്കറികൾ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പം അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കുറച്ചുള്ളൂ. തനിയെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ, ചോറിൻ്റെ കൂടെ കഴിക്കണമെന്നുണ്ടെങ്കിൽ മാത്രം ഇത് ഇത്രയും പച്ചമുളക് ഇട്ട് കൊടുത്താൽ മതി. നേരിപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മളിത് അടച്ചു വെച്ച് വേവിച്ചിട്ട്. എന്നിട്ട് ഇത് നോക്കുക, എന്നിട്ട് ഒരെണ്ണെടുത്ത് കഴിച്ച് നോക്കുക എത്ര വേവായിട്ടുണ്ടെന്ന്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഒരു 1/2 ഭാഗം വെന്തിട്ടുണ്ട്. ഒരു 1/4 ഭാഗം കൂടെ വെന്താൽ മതി. ഞാൻ എടുക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കിപ്പോൾ ഇതിൽ നന്നായിട്ട് അങ്ങ് വേവണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്തോളൂ. ഞാൻ പക്ഷേ ഒരിക്കലും അത് അങ്ങനെ ചെയ്യാറില്ല. എനിക്ക് ജസ്റ്റ് ഒന്ന് കടിക്കണം. ഈ ബീൻസൊക്കെ എന്നാലാണ് അതൊക്കെ റിയൽ ടേസ്റ്റോടുകൂടി നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ മുഴുവനും പച്ചക്കറികളൊക്കെ എപ്പോഴും ഒരു 3/4 വേവാണ് ഏറ്റവും നല്ലത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1/2 ഭാഗം പോലും വേവിക്കാൻ പാടില്ല എന്ന് എല്ലാവരും പറയാം. അപ്പോൾ നമ്മൾക്കിപ്പോൾ അങ്ങനെ കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രം ഞാൻ ഇത്ര അത് വേവിക്കണമെന്നുള്ളൂ. അപ്പോൾ ഞാനൊരു 5 മിനിറ്റും കൂടെ അങ്ങ് വേവിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നാളികേരം ചേർത്ത് നമുക്ക് സെർവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ ഒന്ന് വേവട്ടെ. അപ്പോൾ നമ്മുടെ ബീൻസ് ഏകദേശം ആയിട്ടുണ്ട്. ഇത് മതി. ഇനി കൂടുതൽ വെന്ത് കഴിഞ്ഞാൽ ബീൻസിൻ്റെ നല്ല ഒരു ഗ്രീൻ കളർ മാറി കിട്ടും. ഗ്രീൻ കളർ മാറിക്കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല കാണാൻ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി അവസാനമായിട്ട് 1 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂൺ ആയിക്കോട്ടെ കേട്ടോ, അത് ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ച്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നാളികേരം ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കും. ഞാൻ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല എക്സ്ട്രാ. നമ്മുടെ ബീൻസ് ആ കഴുകിയ വെള്ളം മാത്രമാണ് ആ വെള്ളത്തിൽ ഇടുന്നിട്ടാണ് കേട്ടോ നന്നായിട്ട് അങ്ങ് വെന്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രേ ഉള്ളൂ പരിപാടി. ഞാൻ ഓഫ് ചെയ്യാണ്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ബീൻസ് പൊരിയൽ റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ. അപ്പോൾ രസവും ബീൻസ് പൊരിയലും പപ്പടവും അച്ചാറാണ് ഇന്നത്തെ മെനു. ഞാൻ ഓഫ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അത് അടിപൊളിയുണ്ട്. പാകത്തിന് ഉപ്പും പാകത്തിന് എരിവും ഒക്കെ ആയിട്ടുണ്ട്. പാകത്തിന് വേവും ആയിട്ടുണ്ട്. നല്ല 3/4 കുക്ക് ആയിട്ടുള്ളൂ. ഒന്ന് കടിക്കാൻ കിട്ടും. നല്ലൊരു ക്രിസ്പി ആയിട്ടുണ്ട്. നമ്മളിതിൽ ചേർത്തിരിക്കുന്ന ഉഴുന്ന് പരിപ്പ് ഒന്ന് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഉഴുന്ന് പരിപ്പ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിപ്പോൾ ഞാൻ മൊത്തത്തിലൊരു 8 മിനിറ്റോളം അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ടാവും കേട്ടോ. സമയം നോക്കുകയാണ്, സമയം പറയുകയാണെങ്കിൽ. പിന്നെ നമ്മളതിൽ കയ്യിൽ കിട്ടുന്ന ബീൻസ് അനുസരിച്ചും അതിൽ മാറ്റങ്ങൾ വരാം. ടെൻഡർ ബീൻസ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങ് കുക്കായി കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയായിട്ടുള്ള നമ്മുടെ ബീൻസ് പൊരിയൽ. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. Our little puppy. Achoo! 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 Achoo എന്ന് ചിരിച്ചേ. Achoo! Achoo!